കാറിന്റെ ബ്രേക്ക് നഷ്ടപ്പെട്ടതിനെ തുടർന്ന് സച്ചി ഏതുവിധേനയോ കാർ നിർത്താൻ ശ്രമിക്കുന്നതിനിടയിൽ അരുൺ പോലീസിന്റെ വണ്ടിയിൽ ചെന്നിടിക്കുന്നു. ഇതോടെ ദേഷ്യം വന്ന അരുൺ പോലീസ് സച്ചിയുടെ അടുത്തേക്ക് വരികയും തന്നെ മനഃപൂർവ്വം അപായപ്പെടുത്താൻ ശ്രമിച്ചതാണോ എന്ന് ചോദിച്ച് കേൾക്കുകയും ചെയ്യുന്നു. കാറിന്റെ ബ്രേക്ക് കിട്ടാത്തതുകൊണ്ടാണ് അപകടം സംഭവിച്ചതെന്നും അല്ലാതെ മനഃപൂർവ്വം ചെയ്തതല്ലെന്നും സച്ചി അപേക്ഷിക്കുന്നു. എന്നാൽ ദേഷ്യം അടങ്ങാത്ത അരുൺ പോലീസ് വധശ്രമത്തിന് കേസെടുക്കുമെന്നും ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദാക്കുമെന്നും ഭീഷണിപ്പെടുത്തുന്നു. സച്ചി എത്രയൊക്കെ യാചിച്ചിട്ടും പോലീസ് കേൾക്കാതെ വണ്ടിയെടുത്ത് സ്റ്റേഷനിലേക്ക് പോകുന്നു. വിവരമറിഞ്ഞ് രേവതി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുകയും എന്താണ് സംഭവിച്ചതെന്ന് അന്വേഷിക്കുകയും ചെയ്യുന്നു. നടന്ന കാര്യങ്ങൾ സച്ചി വ്യക്തമാക്കുമ്പോൾ ലൈസൻസ് റദ്ദാക്കാൻ അരുൺ പോലീസിന് യാതൊരു അധികാരവുമില്ലെന്ന് രേവതി ചൂണ്ടിക്കാണിക്കുന്നു. തുടർന്ന് അരുൺ പോലീസിനേക്കാൾ മുതിർന്ന ഉദ്യോഗസ്ഥൻ സ്റ്റേഷനിലെത്തുമ്പോൾ സച്ചി അദ്ദേഹത്തോട് കാര്യങ്ങൾ വിവരിക്കുന്നു. ബ്രേക്ക് കിട്ടാതെ അബദ്ധത്തിൽ സംഭവിച്ചതാണെന്നും ലൈസൻസ് റദ്ദാക്കാതെ തിരികെ നൽകാൻ സഹായിക്കണമെന്നും സച്ചി അപേക്ഷിക്കുന്നു. എന്നാൽ ഇപ്പോൾ ഒന്നും ചെയ്യാൻ സാധിക്കില്ലെന്നും നാളെ രാവിലെ വരാനുമാണ് ആ ഓഫീസർ നിർദ്ദേശിക്കുന്നത്. ഉന്നത ഉദ്യോഗസ്ഥൻ മടങ്ങിയതിനു പിന്നാലെ തന്റെ ദേഷ്യം തീർക്കാനായി അരുൺ പോലീസ് സച്ചിയെ തള്ളിമാറ്റുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്നു. ആകെ വിഷമത്തിലാകുന്ന സച്ചിയെ കാണിച്ചുകൊണ്ടാണ് പ്രൊമോ അവസാനിക്കുന്നത്.